ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒട്ടകത്തിൻ്റെ ഇറച്ചി കറി വെച്ചാലോ? നിങ്ങൾ ആരൊക്കെ ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറയണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒട്ടകത്തിൻ്റെ ഇറച്ചി നമ്മൾ കഴുകി വൃത്തിയായി കുക്കറിനകത്തിട്ടിട്ടുണ്ട്. ഞാനൊരു 1/2 കിലോ ഇറച്ചിയെ മേടിച്ചിട്ടുള്ളൂ, കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. അപ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരല്പം ഓയിൽ കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കണ്ട, ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചാൽ മതി, കാരണം ഓൾറെഡി അതിനകത്ത് നെയ്യുള്ള ഇറച്ചിയാണേ. ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വേവാൻ കൊണ്ടുവെക്കാവേ. അയ്യോ, നമ്മുടെ മെയിൻ താരായ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പ് എന്തൊക്കെ ഇട്ടാലും ഉപ്പിട്ടില്ലെങ്കിൽ പോയി കറി. അപ്പോൾ ഉപ്പ് കൂടി ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് നമുക്ക് അടുപ്പിൽ വെക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബേ ലീഫ്, കറുവാപ്പട്ട, പെരിഞ്ജീരകം, കുരുമുളക്, അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഈ വക ഐറ്റംസ് എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2.5 സവാള, ഒരുപാട് വലിയ സവാളയൊന്നുമില്ലായിരുന്നു, ചെറിയ സവാളയായിരുന്നു. ഞാനത് വളരെ തീരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ. വീഡിയോ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് നിങ്ങളൊക്കെ തിരക്കുള്ളവരാണല്ലോ, അപ്പോൾ പെട്ടെന്ന് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള ടോക്കോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല, ജസ്റ്റ് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. അത് രണ്ടും നല്ലവണ്ണം ഒന്ന് വഴന്ന് വരുന്നവരേക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കി അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും ഇവിടെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇടാനുള്ള പൊടികൾ എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിനകത്തേക്ക് തട്ടിക്കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരേക്ക് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഞാൻ ഇതിൻ്റെ കൂടെ നെയ്ച്ചോറായിരുന്നു ഉണ്ടാക്കിയത്. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചിടുന്നില്ല. ഈ വീഡിയോയ്ക്ക് ശേഷം നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നെയ്ച്ചോറിൻ്റെ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് കാണണേ. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഒരല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ ഇറച്ചി അപ്പുറത്ത് വെന്തിരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി നമ്മുടെ ഇറച്ചി വെന്തിരിക്കുന്ന ഇറച്ചിയൊക്കെ ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം. ഞാനൊരു 3 ഫിസിൽ മാത്രമേ ഇറച്ചി വേവാൻ വേണ്ടി എടുത്തുള്ളൂ, കാരണം അപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വേവ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞ് പോകുന്നതിനെ കഴിഞ്ഞ് നല്ലത് നമുക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള വേവിന് അല്ലേ നല്ലത്. അതുകൊണ്ട് 3 ഫിസിൽ മാത്രമേ ഞാൻ അടിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതാ ഇറച്ചിയെല്ലാം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ.
ആദ്യം ഞാൻ വിചാരിച്ച നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാമെന്ന്. പിന്നെ വിചാരിച്ച് നെയ്ച്ചോറിൻ്റെ കൂടെ ഫ്രൈ ആക്കിയാൽ കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ. പിന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് കഴിക്കണം. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് നമുക്ക് മട്ടൻ്റെ ഒരു സ്മെല്ല് വരും. പക്ഷെ എന്നാൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് ബീഫൊക്കെ കഴിക്കുന്ന പോലൊരു ഫീലാണ്. അപ്പോൾ നമ്മുടെ ഇറച്ചി സെറ്റായി. അപ്പോൾ നമുക്കൊന്ന് താളിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. അതുപോലെ തന്നെ അല്പം പെരിഞ്ജീരകം കൂടി ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവണില്ലേ. അപ്പം നെയ്ച്ചോറും ഈ ഒട്ടകത്തിൻ്റെ കറിയും അതുപോലെ സാലഡും പപ്പടവും എല്ലാം കൂടെ കൂട്ടി തിന്നപ്പോൾ ഉണ്ടല്ലോ പൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.